വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനിയുള്ള 5 ദിവസങ്ങൾ ശ്യാമയ്ക്ക് നിർണായകമാണ്. 5 ദിവസം നിങ്ങൾ കണ്ണിമ ചിമ്മാതെ തന്നെ ഇവൾക്ക് കാവലിരിക്കണം, എങ്കിലേ പഴയ ശ്യാമയായിട്ട് ഇവളെ തിരികെ കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. മയക്കുമരുന്ന് ഇവൾ 5 ദിവസം ഉപയോഗിക്കാതിരിക്കണം. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അടുപ്പിക്കണ്ട. പിന്നെ ചിലപ്പോൾ മയക്കുമരുന്ന് കിട്ടാതിരിക്കുമ്പോൾ അക്രമാസക്തമാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്വശരീരം തന്നെ മുറിവേൽപ്പിക്കും, മുടി പിഴുതെറിയുക, നഖങ്ങൾ കടിച്ചു മുറിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കും. പക്ഷേ നിങ്ങൾ നിർബന്ധിച്ച് ഒന്നും ചെയ്യിപ്പിക്കരുത്, അവൾക്ക് കാവലിരിക്കണം. എന്നാലേ നമുക്ക് പഴയ ശ്യാമയെ മടക്കി കിട്ടൂ. ചിലപ്പോൾ ഒരു ആത്മഹത്യക്ക് വരെ ശ്രമിച്ചേക്കാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ശാരദാമ്മയങ്ങ് അന്തം വിടുകയാണ്. പക്ഷേ 5 ദിവസം കഴിഞ്ഞാൽ അവൾ മയക്കുമരുന്ന് ഉപയോഗിക്കാതിരുന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഒരു ഫോൺ കോൾ ദൂരത്തിൽ ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ശാരദാമ്മയ്ക്കും ശാലിനിക്കും ധൈര്യമൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. തുടർന്ന് ആകെ സങ്കടപ്പെട്ട് ശാലിനി ശ്യാമയുടെ അടുത്തേക്ക് കട്ടിലിരിക്കുന്നുണ്ട്. എന്നിട്ട് തലയിലേക്ക് തലോടിയിട്ട് മുമ്പത്തെ ശ്യാമയുമായിട്ട് അടിപിടി കൂടിയതും കളതമാശകളും ശാരികയും ശാരദാമ്മയും ഒക്കെയുള്ള ആ നല്ല നല്ല മുഹൂർത്തങ്ങൾ, പണ്ടത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ശാലിനി ഇങ്ങനെ ഓർക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് വിതുമ്പി കരയുന്നുണ്ട്. തുടർന്ന് ശ്യാമയുടെ നെറ്റിയിലേക്ക് ഒരു മുത്തം കൊടുത്തിട്ട്, മാപ്പ് മോളെ, ഇനി കുഞ്ഞേച്ചി നിന്നെ തൊടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് തലയിൽ തലോടിയിരിക്കുകയാണ്. ഇത് കാണുന്ന ശാരദാമ്മയ്ക്കും ആകെ അങ്ങ് സങ്കടമാകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാജീവ് കിടക്കുന്ന ഹോസ്പിറ്റലാണ്. അവിടെ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ആലോചിച്ച് വിജയലക്ഷ്മി നടക്കുകയാണ്. അന്നേരം അമ്മാവ് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പുറത്ത് നിൽക്കുന്നത്? എന്താ പിന്നെയും അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന്. അന്നേരം ആ വെറുപ്പ് എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല, അവളുമായിട്ട് എനിക്ക് ഒത്തുപോകാനായിട്ട് സാധിക്കില്ല എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു പോയോ എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടി വിജയലക്ഷ്മി വഴക്ക് പറയുകയാണ്. അന്നേരം വിജയലക്ഷ്മി വീണ്ടും പറയുകയാണ്, അത് ശരിയാവില്ല കൃഷ്ണൻകുട്ടി ചേട്ടാ എന്ന്. അന്നേരം അമ്മാവും പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ടെന്ന്. അന്നേരം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു ഐഡിയ വിജയലക്ഷ്മിയോട് കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് പറയുന്നില്ല. സംഭവം കേട്ട് കഴിഞ്ഞ ശേഷം വിജയലക്ഷ്മിക്ക് ആകെ സന്തോഷമാവുകയാണ്. ഇത്രയും നല്ലൊരു ഐഡിയ ഉണ്ടായിട്ട് ചേട്ടൻ എന്താ നേരത്തെ പറയാതിരുന്നത് എന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനിപ്പോൾ നടക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്, നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാം. പക്ഷെ ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നീ അതനുസരിച്ച് പ്രവർത്തിക്കാവൂ എന്ന് വിജയലക്ഷ്മിക്ക് താക്കീത് കൊടുക്കുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ. തുടർന്ന് അതേസമയം ഹോസ്പിറ്റൽ റൂമിൽ രാജീവിന് മെഡിസിനൊക്കെ കൊടുത്ത ശേഷം രാജീവിന് എന്നോട് എന്തോ പറയാനായിട്ട് രാജീവ് സാർ എന്ന് പറഞ്ഞ് രാജീവിൻ്റെ തോളിൽ ശാരിക കൈ വയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടി അമ്മാവനും കൂടി റൂമിലേക്ക് വരുന്നത്. അന്നേരം അത് കാണുന്ന വിജയലക്ഷ്മിക്ക് ആകെ അങ്ങോട്ട് രസിക്കുന്നില്ല. തുടർന്ന് ശാരിക പറയാൻ വന്നത് പറയുന്നുമില്ല, രാജീവിൻ്റെ തോളിൽ നിന്നും കൈയെടുക്കുകയാണ്. തുടർന്ന് വിജയലക്ഷ്മി അകത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനി പൊയ്ക്കോ ശാരികയെ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്. അന്നേരം എവിടേക്ക് എന്നുള്ള മട്ടിൽ ശാരിക നിൽക്കുകയാണ്. അന്നേരം രാജീവ് ചോദിക്കുന്നുണ്ട്, അമ്മയെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തതല്ലേ, ഇനിയിപ്പോൾ പുതിയ പ്രശ്നം എന്താണെന്ന്. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ഞാനായിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ ആ വീട്ടിലേക്ക് ഇവൾ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്, ഇനി മാപ്പ് പറഞ്ഞിട്ട് ഇവൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും രാജീവ് അങ്ങ് ദേഷ്യപ്പെടുകയാണോ, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടെ നിന്ന്? ഹോസ്പിറ്റൽ ബെഡിൽ പോലും എനിക്കിതിരി മനസ്സമാധാനം തരില്ല. ഞാനിവിടെ സുഖചികിത്സയ്ക്ക് വന്നതൊന്നുമല്ല, വടിവാളിനെ വെട്ടുകിട്ടി വന്നതാണ്. പിന്നെ എനിക്ക് എൻ്റെ മുറിവ് എങ്ങനെയുണ്ട്, ആരാണ് വെട്ടിയത്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എങ്കിലും നിങ്ങൾ അന്വേഷിച്ചോ, എനിക്ക് കൃത്യസമയത്ത് മരുന്ന് കിട്ടിയിട്ടുണ്ട്, എപ്പോൾ ഭേദമാകും, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അന്വേഷിക്കാനായിട്ട് സമയമില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും പ്രധാനം മരുമകളോടുള്ള പകയല്ലേ. ഇങ്ങനെ ഒരു അമ്മയും അമ്മാവനെയും എനിക്കിനി വേണ്ട എന്ന് വെട്ടി തുറന്നങ്ങ് രാജീവ് പറയുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മി ആകെ അങ്ങ് പരിഭ്രമിച്ച് നിൽക്കുകയാണ് രാജീവിൻ്റെ ആ പെരുമാറ്റമൊക്കെ കണ്ടിട്ട്. അന്നേരം മോനെ, അമ്മാവൻ പറയുന്നത് എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടി അമ്മാവൻ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. അന്നേരം മിണ്ടി പോരുതെന്നും പറഞ്ഞ് കൈ ചൂണ്ടുകയാണ് രാജീവ്. ഇങ്ങനെ ഒരു അമ്മയെ എനിക്ക് വേണ്ട എന്ന് രാജീവ് 2-3 തവണ പറയുന്നുണ്ട്. അന്നേരം മാനം വിട്ടിട്ട് വിജയലക്ഷ്മി എന്തായാലും ജീവിക്കാൻ പോകുന്നില്ല. ആരും ഇല്ലെങ്കിലും വിജയലക്ഷ്മിക്ക് ദൈവം തുണയായിട്ടുണ്ടാവാം. ഇവൻ്റെ തീരുമാനം നേരത്തെ പറഞ്ഞതല്ലേ, ഇവൻ്റെ ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കാമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഞാൻ ഉറങ്ങിക്കൊള്ളാനായിട്ട്, അതിന് എനിക്ക് വേണ്ട എന്ന് രാജീവിനോട് വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ അങ്ങ് ദേഷ്യഭാവത്തിൽ രാജീവ് പറയുകയാണ്. അന്നേരം അതല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞത് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ, ഇറങ്ങാൻ തന്നെയാണ് പോകുന്നത്, വിജയലക്ഷ്മി എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല, നീ നിന്റെ ഭാര്യയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോടാന്ന് പറഞ്ഞിട്ട് വാ കൃഷ്ണൻകുട്ടി ചേട്ടാന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി അമ്മാവൻ്റെ കൈയും പിടിച്ച് ഹോസ്പിറ്റൽ റൂമിൽ നിന്നും ഇറങ്ങുകയാണ്. വിജയലക്ഷ്മി ആകെ കരഞ്ഞ് ബഹളം വെച്ചുണ്ട്.
തുടർന്ന് വിജയലക്ഷ്മി അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം കൃഷ്ണൻകുട്ടി അമ്മാവൻ തിരികെ വന്ന് പറയുന്നുണ്ട്, പെറ്റ തള്ളയാണ് നീ ഇപ്പോൾ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടത്, ഇങ്ങനെയുള്ള ഒരുത്തനും ഗതി പിടിച്ചിട്ടില്ല എന്ന്. അന്നേരം കിട്ടുന്ന ഗതിയൊക്കെ എനിക്ക് മതി, പിന്നെ ഞാൻ ആരെയും ഇറക്കി വിട്ടതല്ലല്ലോ, മര്യാദയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കും എന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടി അമ്മാവൻ ശാരികയോട് പറയുകയാണ്, നിന്റെ ചന്തം കണ്ടിട്ടാണ് ഇവനിപ്പോൾ ഇവൻ്റെ അമ്മയെ ഇറക്കി വിട്ടത്, നാളെ വേറൊരു പെണ്ണിനെ കണ്ടാൽ ഇവൻ നിന്നെയും ഇറക്കി വിടും, പെരുവഴിയിൽ നീയും ഒരു സ്ഥലം കണ്ടുവെച്ചോ എന്ന് കളിയാക്കി അമ്മാവൻ പറയുമ്പോൾ എന്നാക്കി ആകെ അങ്ങ് ദേഷ്യപ്പെട്ട് ശാരിക നിൽക്കുന്നുണ്ട്. അതേസമയം വിജയലക്ഷ്മി വന്ന് ചോദിക്കുകയാണ് വീണ്ടും, കൃഷ്ണൻകുട്ടി ചേട്ടൻ വരുന്നുണ്ടോ എന്ന്. അന്നേരം ദാ വരുന്നു എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടിയും വിജയലക്ഷ്മിയുടെ പിന്നാലെ പോകുന്നുണ്ട്. പോകാൻ നേരം കൃഷ്ണൻകുട്ടി ഒന്ന് കാർക്കിച്ച് തറയിലേക്കൊക്കെ തുപ്പുന്നുണ്ട്. അന്നേരം രാജീവ് പറയുന്നുണ്ട്, കാലൊടിഞ്ഞ് കിടക്കുകയാണെങ്കിലും എൻ്റെ കൈക്കൊരു കുഴപ്പവുമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമെന്ന്. അന്നേരം അവൻ്റെ ഒരു എന്നും പറഞ്ഞ് കൈ കൊണ്ട് എന്തൊക്കെയോ ഭാഷയൊക്കെ രാജീവിനോട് കാണിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങേരെന്നും പറഞ്ഞ് രാജീവിനെ ആകെ ദേഷ്യം വരികയാണ്. തുടർന്ന് വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടിയെ പിടിച്ചുകൊണ്ടങ്ങ് വാ ഇങ്ങോട്ടെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. തുടർന്ന് ശാരിക ബെഡിലേക്ക് ഇരുന്ന ശേഷം രാജീവിൻ്റെ കൈയങ്ങ് മുറുകെ പിടിക്കുന്നുണ്ട്. എന്നെ വെറുക്കരുത്, ഞാൻ കാരണം സാറിൻ്റെ അമ്മയും അമ്മാവനും എന്ന് പറഞ്ഞങ്ങ് സങ്കടം വരുന്നുണ്ട്. അന്നേരം ഇയാൾ കാരണമൊന്നുമല്ലടോ, ഇത് എപ്പോഴായാലും ഉണ്ടാകേണ്ടതാണ്, ഇത് കുറച്ച് നേരത്തെ ആയെന്നേ ഉള്ളൂ, ഇയാളെ ഞാൻ എന്തിനാ വെറുക്കുന്നത്, അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ശാരികയെ ചേർത്ത് പിടിക്കുകയാണ് രാജീവ്. തുടർന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, നീ ഇത്രയും അധികം അവളെ ഉപദ്രവിക്കേണ്ടിയിരുന്നില്ല എന്ന്. അന്നേരം അമ്മ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, അമ്മയ്ക്ക് അതിൻ്റെ ദൂഷ്യവശങ്ങൾ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അവൾ കൂട്ടുകാരികളും ഒപ്പം ചേർന്നൊരു സിഗരറ്റ് വലിച്ചെന്നോ ഒരു ബിയർ കഴിച്ചെന്നോ പോട്ടെ, ഒരു പെഗ് മദ്യം കഴിച്ചെന്നോ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് പറഞ്ഞ് തിരുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം അവൾ അതിൽ പെട്ടുപോയോ, അവളെ ഇനി നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ലേ, വേറൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം സാധാരണ എല്ലാ ഡോക്ടർമാർക്കും അങ്ങനെ ചികിത്സിക്കാനായിട്ട് സാധിക്കില്ല, സ്പെഷ്യലിസ്റ്റുകൾ തന്നെ വേണം എന്ന് പറയുകയാണ് ശാലിനി. തുടർന്നും ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എങ്കിൽ നമുക്ക് കുറുപ്പ് സാറിനോടോ മറ്റോ പറഞ്ഞാലോ എന്ന്. അന്നേരം നമ്മുടെ കുടുംബത്തിലുള്ളവരല്ലാതെ വേറെ ആരും ഇതറിയാൻ പാടില്ല, പിന്നെ ഒരുപക്ഷെ ഒരു തരത്തിൽ വഴിപിഴച്ചു പോയ ചില പെൺകുട്ടികൾക്ക് വരെ നല്ലൊരു ബന്ധം കിട്ടും, പക്ഷെ ഒരു ഡ്രഗ് അഡിക്റ്റിനെ വിവാഹം ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല, അവരെ പൂർണ്ണമായും അതൊക്കെ നിർത്തി കഴിഞ്ഞാലും ഏത് നിമിഷവും പക്ഷെ അതിലേക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എൻ്റെ ദൂഷ്യവശങ്ങൾ ശാരദാമ്മയെ ശാലിനി അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. തുടർന്ന് കൂടുതൽ സങ്കടം വന്നങ്ങ് പൊട്ടിക്കരയുന്നുണ്ട് ശാരദാമ്മ. ഇപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന മയക്കുമരുന്ന് പോലും കയ്യിലിരിക്കുന്നത് പോലീസ് അറിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ് എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് 2 അടി കൂടി അവൾക്ക് കൊടുത്തായിരുന്നോ, ഈ പെണ്ണിത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞ് ശാരദാമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ശാലിനി ശാരദാമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അമ്മയെ നമുക്ക് അവളെ അങ്ങ് തല്ലിക്കൊല്ലാനായിട്ട് സാധിക്കുമോ, അവൾ നമ്മളുടെ കുഞ്ഞ് മോളല്ലേ, ഇതൊന്നും ചെയ്യുന്നത് അവളല്ല, അവളുടെ ഉള്ളിലെ മയക്കുമരുന്നാണ്, അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ മതിയാവൂ എന്ന് ശാലിനി പറയുമ്പോൾ ഒരുവിധം അങ്ങ് ആശ്വസിക്കുകയാണ് ശാരദാമ്മ. ഈ സമയത്താണ് വിഷ്ണു അവിടേക്ക് വരുന്നത്. അന്നേരം ശാലിനിയും ശാരദാമ്മയും കൂടി വിഷ്ണുവിനോട് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നു എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ തിണ്ണയിലേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ശ്യാമയില്ലേ, അവൾ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്, അവൾ അതിന് അടിമയാണ് എന്നൊക്കെ ആകെ സങ്കടപ്പെട്ട് ശാലിനി പറയുകയാണ്. പക്ഷെ ഒരു ഭാവഭേദവും ഇല്ലാതെ വിഷ്ണു അങ്ങനെ തലകുനിച്ചിരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, ഇതൊന്നും കേട്ടിട്ട് വിഷ്ണുവേട്ടൻ എന്താ ഞെട്ടാത്തതെന്ന്. അന്നേരം ഞാനത് നേരത്തെ അറിഞ്ഞതാണ്, കോളേജിലെ കൂട്ടുകെട്ടാണ് അവളെ അതിലേക്ക് നയിച്ചത്, വെറുതെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതല്ല, അതിന് പിന്നിൽ ഒരു വലിയ ഗ്യാങ് തന്നെ ഉണ്ട് എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് അങ്ങ് ആകെ സങ്കടമാകുകയാണ്. അന്നേരം ഒന്ന് തെന്നി ശാരദാമ്മ ഭിത്തിയിലേക്കൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. തുടർന്ന് ഇതെങ്ങനെ അറിഞ്ഞു എന്ന് വീണ്ടും ശാലിനി ചോദിക്കുമ്പോൾ, രാജീവ് സാറ് എന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, സാറ് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വിഷ്ണു ശാലിനിയോടും ശാരദാമ്മയോടും പറയുകയാണ്. അന്നേരം എല്ലാം കേട്ട ശേഷം, എൻ്റെ ദൈവമേ ഈ കുട്ടി എന്തൊക്കെ ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് ശാരദാമ്മ നെഞ്ചത്തേക്ക് കൈവയ്ക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അമ്മയും കൂടി ശ്രദ്ധിക്കണമായിരുന്നു ഇതൊക്കെയെന്ന്. അന്നേരം ശാരദാമ്മ ദേഷ്യപ്പെടുകയാണ്, ഞാൻ എന്ത് ശ്രദ്ധിച്ചില്ല എന്നാണ് നീ പറയുന്നതെന്ന്. അന്നേരം കോളേജിലേക്ക് പഠിക്കാൻ വിടുമ്പോൾ എപ്പോൾ പോകുന്നു, എപ്പോൾ വരുന്നു, അവൾ ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത്, ഈ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ളതാണോ എന്നൊക്കെ അമ്മയും കൂടി അന്വേഷിക്കണമായിരുന്നു എന്നും പറഞ്ഞ് അവർ തങ്ങളുടെ ചെറിയൊരു വാക്കുതർക്കം അവിടെ നടക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്, അവൾ പറയുന്ന കള്ളക്കഥകളൊക്കെ ഞാൻ വിശ്വസിച്ചത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ്, ശാരദയെ മക്കൾ ചതിക്കില്ല എന്നുള്ളൊരു പൊട്ട വിശ്വാസത്തിലാണ് ഞാനിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് കരയുകയാണ്.
ശാരദാമ്മയുടെ ആ പരിഭവം പറച്ചിലും ഒക്കെ കണ്ടിട്ട് വിഷ്ണുവിനും ശാലിനിക്കും അങ്ങ് ഒരുപോലെ സങ്കടമാവുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്